നല്ലൊരു പടമാണ് എല്ലാവരും. കാരണം മസ്റ്റ് തിയേറ്റർ വാച്ചബിളാണ്. കാരണം തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര നഷ്ടം തന്നെയാണ്. ഈ ഒരു പടത്തിൻ്റെ BGM ആയാലും മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും രോമാഞ്ചത്തിന് ശേഷം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സാധനമാണിത്. അതും സജിൻ ഒറ്റയ്ക്കും ചെയ്യണമല്ലോ, മറ്റേത് ഫുൾ ടീം ഉണ്ടായല്ല രോമാഞ്ചത്തിൽ അത്ര എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ലതാണ്, കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല മാസും കോമഡി ഒക്കെ ആയിട്ട് നൈസുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഓക്കെ. കേട്ടില്ല പാട്ടുകളൊക്കെ ഞാൻ പറയാം, അറ്റ്മോസ്ഫിയർ തന്നെ കാണണം. കാരണം പാട്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ വന്നെങ്കിൽ അറ്റ്മോസ്ഫിയർ തന്നെ കാണണം. 3 പടങ്ങൾ ഇപ്പോൾ വിഷുവിന് ഇറങ്ങുന്നതിലും അതിൽ ടോപ്പായിട്ട് നിൽക്കാതെ എന്തായാലും യൂത്ത് എന്തായാലും പടം ഏറ്റവും എന്തുകൊണ്ടും മസ്റ്റ് തിയേറ്റർ വാച്ചുകൊണ്ട് പറയാം. അതായത് രണ്ടെണ്ണം കയറി തിമിർത്തും, അങ്ങനെയാണ് ആവേശത്തെ പറയാം. വിഷു ആവേശം കൈയടക്കി, വിഷു ആവേശം കൊണ്ടുപോയി. ബാക്കി പടങ്ങൾ ഞാൻ കണ്ടല്ല, എങ്ങനെ ഉണ്ടാവും പറഞ്ഞൂടാ. ആവേശം അത് വെറുത്താണ്. അത് ടിക്കറ്റ് എടുത്ത് കാണാനില്ല, മുതലാവണ പടം, അങ്ങനെ വേണം പറയാം. ഫാമിലിയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യൂത്തിനാണ്. പക്ഷെ ഫാമിലിക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഹിസ്റ്റർ ബാക്കിയുള്ളവരെല്ലാം, കാരണം ഇതിനകത്ത് ഓൾറെഡി 3 നായകന്മാരാണുള്ളതെന്ന് ഇവർ ഓൾറെഡി പ്രൊമോഷൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫാഫാനെ കൂടാതെ ബാക്കിയുള്ള 3 പേരും പെർഫോമൻസ് വൈസ് രോമാഞ്ചമായി വല്ല രോമാഞ്ചത്തിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കോമഡി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു പടമാണിത്. കാരണം രോമാഞ്ചത്തിനകത്ത് ഒരു വീടിനകത്ത് നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നോ അവിടെ മാസ് കാണിക്കുന്നോ, മാസിൻ്റെ കൂടെ തന്നെ കോമഡി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഫുള്ള് ബാംഗ്ലൂരായിട്ടുള്ള ഒരു പടമാണ്. കാരണം കോളേജിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരെ ജീവിതത്തിലേക്ക് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇത് തിയേറ്ററിൽ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.